ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവർക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് റീഡിംഗിലേക്ക് പോകാം. എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് ഇന്ന് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്ന് നോക്കാം. നയൻ ഓഫ് വൺസ്, Three of Cups, Six of Cups, Two of Cups. എനർജി ഒരുപാടുണ്ട്. The Star, Ten of Pentacles, Nine of Pentacles, Knight of Swords, Three of Pentacles, Knight of Wands, the Hermit, the Sun, Seven of Cups, Three of Swords. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഹാങ്ഡ് മാൻ ആണ്. ഹാങ്ഡ് മാന്റെ എനർജിയിലാണ് പലരും എന്ന് കാണുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഒരേപോലെ സന്തോഷം അനുഭവിക്കണമെന്നില്ല ജീവിതത്തിൽ, അല്ലെ? അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. മുന്നോട്ട് അതിനെങ്ങനെ പരിഹാരം കണ്ട് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് എന്ന് ആലോചിച്ച് വിഷമിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഈ ആൾക്കാർ നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണെന്ന് കാണുന്നുണ്ട്. അവർക്ക് അപ്പോഴത്തെ സാഹചര്യം മാത്രമേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത്. വരുന്ന സാഹചര്യം ചിലപ്പോൾ നല്ലതായിരിക്കാം. ഇതൊന്ന് മാറ്റിവെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചിന്തിക്കുമ്പോൾ നല്ല ബുദ്ധി തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഏത് കാര്യത്തിലും അപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു തോൽവി സംഭവിച്ചു, പക്ഷെ അത് എന്ന് കരുതി നിങ്ങൾ മണ്ടരല്ല. മനസ്സിലായില്ലേ? നിങ്ങൾ മന്ദബുദ്ധികളൊന്നുമല്ല. തോൽവി സംഭവിക്കുന്നത് മന്ദബുദ്ധിയായിട്ടല്ല. തീർച്ചയായിട്ടും ആ സാഹചര്യം നിങ്ങളെ അതിനനുകൂലമാക്കി എന്ന് മാത്രം വിചാരിച്ചാൽ മതിയാകും. അതുകൊണ്ട് തന്നെ ഇവിടെ തീരുമാനമെടുക്കാൻ ഒട്ടും തന്നെ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അല്പം കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യത്തിൽ തീരുമാനങ്ങൾ വളരെയധികം നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ വന്നു ചേരും എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളും ഇപ്പോഴൊന്ന് ആലോചിക്കും, അതിനൊരു തീരുമാനമെടുക്കും. പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം കൂടി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും വേണ്ട, പിന്നീട് തീരുമാനിച്ചാൽ മതിയായിരുന്നു എന്ന്, അല്ലെ? പിന്നെ രണ്ടാമതൊന്നുകൂടി തീരുമാനിക്കുമ്പോൾ വിചാരിക്കും ഇത് തന്നെയാണ് ബെറ്റർ എന്ന്. അപ്പോൾ അങ്ങനെ രണ്ടാമത് തീരുമാനിക്കുന്ന ചില കാര്യങ്ങളിലാവും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നത്. അതായിരിക്കും നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. കാരണം ബുദ്ധിപൂർവ്വം പിന്നീട് ചിന്തിക്കും. ആദ്യത്തെ ചിന്ത ബുദ്ധിപൂർവ്വം ആയിരിക്കില്ല. കാരണം എന്താണ്? കുറച്ച് നെഗറ്റീവ് ആയിരിക്കും മൈൻഡ് എന്ന് കരുതി നിങ്ങൾ മോശമായിട്ടുള്ള ആൾക്കാരാവണം എന്നല്ലല്ലോ അതിനർത്ഥം. സാഹചര്യമാണ് പലപ്പോഴും. തോൽവി എന്ന് പറയുന്നത് എക്സാമിനേഷൻ ഒന്ന് തോറ്റു, അതൊരു തോൽവി വന്നു എന്ന് കരുതി നിങ്ങൾ മണ്ടരാവണമെന്നില്ല. ഒരു ഇന്റർവ്യൂവിന് പോയി, നിങ്ങൾ അവിടെ ഫെയിലായി എന്ന് കരുതി നിങ്ങൾ മണ്ടരാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം അപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തോ ഒരു നെഗറ്റിവിറ്റി കടന്നുകൂടിയത് മാത്രമാണ്. അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതിയാവും.
ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? 9 ഓഫ് വാൻസ് ആണ്. വാൻസ് ഓഫ് ഫയർ സൈൻ ആണ്. ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി. വളരെയധികം ആവേശത്തോടു കൂടി ഇവിടെ ആരെയൊക്കെയോ കാത്തു നിൽക്കുന്ന എനർജിയാണ്. എന്തിനു വേണ്ടിയോ ഉള്ള കാത്തിരിപ്പ്. ആൾക്കാരെ മാത്രമല്ല, ഇവിടെ ഒരുപാട് സാഹചര്യങ്ങളുമായിട്ട് കണക്ട് ആവാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഇവിടെ ഏതൊരു സാഹചര്യത്തിലാണോ നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാത്തു നിൽക്കുന്നത്, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ സാമ്പത്തികത്തിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്കാര്യത്തിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ ആൾക്കാർ വന്നു ചേരാൻ വേണ്ടിയും ഉള്ള വെയിറ്റിംഗ് ആവാം. ഇവിടെ വന്നു ചേരുന്നുണ്ട്. ഇവിടെ സെലിബ്രേഷൻ ആണ് നടക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ സാധിക്കുന്നുണ്ട്. കാരണം ഇവിടെ സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഇവിടെ കൂടുതൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഒത്തുചേരൽ വരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഒത്തുചേരൽ വരുന്നുണ്ട്. ഇവിടെ വിഷമിച്ചത് വെറുതെ ആയി എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. കണ്ടില്ലേ, ഇവിടെ കാത്തുനിന്ന് മുഷിയുന്ന ഒരു എനർജി. ആ ഒരു കാത്തിരിപ്പ് വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് നല്ല ഒരു സക്സസ് ലഭിക്കുന്നതാണ്. നിങ്ങളിലേക്ക് ആ വ്യക്തികൾ കടന്നുകൂടും. ആ സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന എനർജിയാണ്. പലരും കൂട്ടുകാർ കൂടി ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വീട്ടുകാർ കൂടി ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഏതായാലും നിങ്ങൾക്ക് ചിലപ്പോൾ ചില പാർട്ടികളിൽ പങ്കെടുക്കാനുള്ള അവസരമായിരിക്കാം, അല്ല എങ്കിൽ ചിലപ്പോൾ എക്സാമിനേഷന് നല്ല മാർക്ക് കിട്ടിയതിന്റെ സെലിബ്രേഷൻ ആവാം, അല്ല എങ്കിൽ ചിലപ്പോൾ വിവാഹ പാർട്ടികളിലുള്ള സെലിബ്രേഷൻ ആവാം, അല്ലെങ്കിൽ കുട്ടികളുടെ ബർത്ത്ഡേ, കുട്ടികളുടെ ജനനം, അതിലൊക്കെയുമുള്ള സന്തോഷം ആസ്വദിക്കുകയാവാം, അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിച്ചതിന്റെ, പുതിയ ജോലി കിട്ടിയതിന്റെ ഒക്കെയും ഇവിടെ സെലിബ്രേഷൻ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിൽ പലരും ഇന്നത്തെ ദിവസം പല കാര്യങ്ങളിലും സെലിബ്രേഷൻ നടത്തുന്നതായിട്ട് കാണുന്നു. അതിൽ പങ്കെടുക്കുന്നതായിട്ടും സന്തോഷം അനുഭവിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നു. ഇവിടെ അത് തന്നെയാണ്. കണ്ടില്ലേ, ഇവിടെ 6 ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ കപ്പ് എനർജി ധാരാളമുണ്ട്. കാരണം ഇവിടെ ലവ് എനർജിയാണ്. ലവ് എനർജി എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ നിന്നും തീർച്ചയായിട്ടും പ്യുവറായിട്ടും സിൻസിയറായിട്ടും നിഷ്കളങ്കമായ ഒരു സ്നേഹം മറ്റുള്ളവരോട് തോന്നുന്ന എനർജിയാണ്. കുറച്ചൊക്കെ വിരോധമുണ്ടായി, കുറച്ച് നാൾ പിണങ്ങിയിരുന്നിരിക്കാം, എന്നിട്ട് വീണ്ടും ഒന്നു ചേരുമ്പോൾ എന്താണ്, പഴയതിനേക്കാളും ആ സ്നേഹം സുദൃഢമാവുന്നു, ശക്തി പ്രാപിച്ച് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. ആ ശക്തി പ്രാപിച്ച് മുന്നോട്ട് വരുമ്പോൾ എന്താണ്, അവിടെ ഒരു തുടക്കം വീണ്ടും വരികയാണ്, അവിടെ ഒരു മാറ്റം വരികയാണ്. ആ മാറ്റം നിങ്ങൾക്ക് സന്തോഷത്തെ തരുന്നതാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. പിണങ്ങിയിരുന്ന സുഹൃത്തുക്കൾ ഇവിടെ ഒന്നു ചേരുന്നു. തീർച്ചയായിട്ടും സുഹൃത്തുക്കൾ ഒന്നു ചേരുന്നു. ഒരുപാട് ശത്രുതയിലാണ്ടിരുന്ന അടുത്ത വീട്ടിലെ ആൾക്കാർ നിങ്ങളോട് ഒത്തുചേരുന്നു. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഓണക്കാലമൊക്കെ അല്ലേ, സെലിബ്രേഷന്റെ സമയമാണ്. നിങ്ങളിലേക്ക് വന്നു ചേർന്ന് അവർ ഗിഫ്റ്റുകൾ കൈമാറുന്ന എനർജി, വീണ്ടും സ്നേഹം പുതുക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഗിഫ്റ്റുകൾ കൈമാറുന്നു. കൂടുതലും സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. ആ സ്നേഹത്തിന് നല്ലൊരു മാറ്റം ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അടുത്തതായിട്ട് 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, കോംപ്രമൈസ് ചെയ്തൊരു ലൈഫിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഏത് കാര്യത്തിലായാലും ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഒത്തുചേർന്ന് പോകണം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലേക്ക് വേണ്ടിയാണോ നിങ്ങളിപ്പോൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്നത്, അവിടെ നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത്. ചിലപ്പോൾ ചില ബിസിനസ് കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്തേ പറ്റൂ. കോംപ്രമൈസ് ചെയ്യേണ്ടത് ചെയ്യുക തന്നെ വേണം. അല്ലാതെ ഒറ്റയ്ക്കൊരു കാര്യം നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 പേർ കൂടെ ചേർന്ന് ഒരു കാര്യം സക്സസിലേക്ക് നയിക്കാൻ പറ്റും. പരസ്പരം സ്നേഹിച്ച്, പരസ്പരം പറഞ്ഞ്, കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് നടത്തിക്കൊണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ ഇവിടെ സക്സസ് ആണ് വരുന്നത് എന്ന് കാണുന്നുണ്ട്. ഒരാൾ പറയുന്നത് മറ്റൊരാൾ അംഗീകരിക്കുക തന്നെ വേണം. ഇല്ലാതെ വെറുതെ ഒരാൾ പറയുന്നതിനോട് എതിർത്ത് ഞാൻ വലിയ ആൾ എന്നുള്ള ഒരു ഭാവത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ, ഈഗോ കാണിച്ചാൽ ഒരിക്കലും ഒരു ബന്ധവും സുദൃഢമാവുകയില്ല. അതുപോലെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും സ്നേഹബന്ധത്തിലായാലും ഏത് തരത്തിലുള്ള ബന്ധത്തിലായാലും ഒരാൾ അല്പം വലിയ ഭാവം കാണിച്ചു കഴിഞ്ഞാൽ അവർ ഒന്ന് എന്നോട് ഇങ്ങോട്ട് മിണ്ടിക്കൊണ്ട് വരട്ടെ, അല്ലെങ്കിൽ അവർ അതിന് തുന്നിയട്ടെ, അല്ലെങ്കിൽ അവരതിന് ആക്ഷൻ എടുക്കട്ടെ എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ മാറി നിൽക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് അവരോടും കൂടി ചർച്ച ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുറന്നൊരു സംസാരം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാതിരിക്കില്ല. ഇവിടെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. പരസ്പരം ഹീൽ
ചെയ്ത് മുന്നോട്ട് പോവുക, പരസ്പരം പോസിറ്റീവായ എനർജിയിലൂടെ മുന്നോട്ട് പോവുക, പരസ്പരം കൈകൾ കോർത്തു പിടിച്ച് മുന്നോട്ട് പോകാം. പരസ്പരമുള്ള ആശയവിനിമയ ശേഷി ഇവിടെ വളരെയധികം അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള നല്ല ബന്ധങ്ങൾക്ക് ഇവിടെ റാഫേൽ മാലാഖയുടെ ബ്ലെസ്സിംഗ് ഉണ്ട് നിങ്ങൾക്ക്. റാഫേൽ എന്നാൽ എന്താണ്? ഹീലിംഗ് തരുന്നതാണ്, നിങ്ങളെ സുഖപ്പെടുത്തുന്ന എനർജിയാണ്, നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ഒരു എനർജിയാണ് റാഫേൽ മാലാഖ തരുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് ഏഞ്ചലിനെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് എന്ന് തന്നെ കാണുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്നേഹം കൂടി വരുന്നത്. റൊമാൻറ്റിക് ലൈഫ് നിങ്ങൾക്ക് അങ്ങോളം നിലനിർത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള ബന്ധത്തിൽ നിങ്ങൾ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരുപാട് കാലം പിരിഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ഒരു ബന്ധമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പിരിഞ്ഞിരിക്കാൻ പാടില്ല എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. അല്പമൊക്കെ നിങ്ങൾ പിരിഞ്ഞിരുന്നു കഴിഞ്ഞാലും വീണ്ടും നിങ്ങൾ കൂടിച്ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അടുത്തതായിട്ട് സ്റ്റാറാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അതുവഴി നിങ്ങൾ ഇത്തരത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് തീർച്ചയായിട്ടും തുറന്നുള്ള സംസാരം, പരസ്പരം ഹീൽ ചെയ്ത് മുന്നോട്ട് വരിക. അത് ഒരു റിലേഷൻഷിപ്പിലായാലും ഒരു ബിസിനസ് കാര്യങ്ങളിലായാലും ഏത് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലായാലും നിങ്ങൾ അത്തരത്തിൽ നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു താരമായി തിളങ്ങാൻ സാധിക്കും. നിങ്ങളുടെ വിനയം, നിങ്ങളുടെ ഉള്ളിലുള്ള വിനയം, എളിമ ഒക്കെ നിങ്ങളെ ഉന്നതിയിലേക്ക് നയിക്കും. താഴ്മതാൻ അഭ്യുന്നതി എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ താഴ്മയാണ് അഭ്യുന്നതിക്ക് കാരണം. താഴ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? എളിമ. ഒന്ന് താണു കൊടുക്കുക. റിലേഷൻഷിപ്പിലാണെങ്കിലോ ഒരാൾ മിണ്ടാതിരുന്ന് അവർ മിണ്ടട്ടെ, ഇങ്ങോട്ട് അവരത് ചെയ്യട്ടെ എന്ന് വലിയ ഭാവത്തിലിരുന്നാൽ ഞാൻ വലിയ ആൾ എന്നുള്ള ഭാവം ഒരിക്കലും പാടില്ല. അങ്ങനെ ഒരു ഭാവമുള്ളിടത്ത് ഒരിക്കലും വിജയം വരില്ല. തീർച്ചയായിട്ടും താണു തന്നെ ഇരിക്കണം. താണു തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കാൻ വേണ്ടി എന്തും നിങ്ങൾ താഴ്ന്നു കൊടുക്കണം. ഏത് തോൽവിയും സമ്മതിച്ചു കൊടുക്കണം, എല്ലാം സമ്മതിച്ചു കൊടുക്കണം. അതാണ് എല്ലാം. അത്തരത്തിലൊരു ത്യാഗം സഹിക്കുക തന്നെ വേണം. അപ്പോഴാണ് നിങ്ങൾക്കിവിടെ സ്റ്റാർ എന്നുള്ള ഒരു പദവി വരാൻ പോകുന്ന ഒരു താരമായി തിളങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഒരുപാട് സ്നേഹം ലഭിക്കും. നിങ്ങളുടെ മറ്റു ബന്ധുക്കളുടെ ഇടയിലായാലും കൂട്ടുകാരുടെ ഇടയിലായാലും ഒക്കെ ഒരുപാട് സ്നേഹം ലഭിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഒരു സ്റ്റാറായിട്ട് നിങ്ങൾക്ക് തിളങ്ങാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ ഹെൽത്തും വെൽത്തും ഒക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആകുന്ന ഒരു സാഹചര്യം വരും. തീർച്ചയായിട്ടും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവർക്ക് 7 ചക്രാസും ആക്റ്റീവാക്കി എടുക്കണം. അങ്ങനെ ആക്റ്റീവ് ആകുന്ന ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് നല്ല ആരോഗ്യം ലഭിക്കും. അതുപോലെ നിങ്ങൾക്ക് നല്ല ധനം കിട്ടും. ഫിനാൻഷ്യൽ പ്രോഗ്രസ് നിങ്ങളിലേക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് വരാൻ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് മറികടന്ന് പോകാൻ സാധിക്കും. അതിനെ ഓവർകം ചെയ്ത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് നീങ്ങാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം വന്നിരിക്കുന്നത് കപ്പ് എനർജി, പെന്റക്കിൾ എനർജി, പെന്റക്കിൾ എർസൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇതുവഴിയാണ് ഇത്തരത്തിലുള്ള സഹനശക്തിയിലൂടെയും അതുപോലെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയി നടത്തിക്കൊണ്ടും മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടും ചക്രാസിനെ ആക്റ്റീവ് ആക്കിക്കൊണ്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഹെൽത്തും വെൽത്തും ആക്റ്റീവ് ആകുന്നുവെന്ന്. ഹെൽത്തും വെൽത്തും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 10 ഓഫ് പെന്റക്കിൾസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് സമൃദ്ധി വരാൻ പോകുന്നുണ്ട്. അബണ്ടൻസ്, ഫിനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ കഴിയും. ഇവിടെ കണ്ടില്ലേ 9 ഓഫ് പെന്റക്കിൾസ് ആണ്. സഫലത വരുന്നുണ്ട്, സമ്പത്തിന്റെ സഫലത വരുന്നുണ്ട് നിങ്ങൾക്ക് എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. അതുവഴി നിങ്ങളിലേക്ക് നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കുന്നു, നിങ്ങളുടെ കഴിവുകൾ വർദ്ധിക്കുന്നു, നിങ്ങൾ ഒരുപാട് വിദ്യാഭ്യാസം ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്നു. നിങ്ങളുടെ ഹോപ്പ്, നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്നു. നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള ആഗ്രഹമായിരിക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ വിവാഹം നടക്കുന്ന എനർജിയുണ്ട്. പല വിധത്തിലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന എനർജി ഉണ്ട്. ഇവിടെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി നല്ല ജോലിയിൽ ഏർപ്പെടാനും ആ ജോലി നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ജീവിതം മുന്നോട്ട് നയിക്കാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ
സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ കപ്പ് എനർജി, കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഈ നൈറ്റ് ഓഫ് സോഡ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഹൃദയം ഇവിടെ കണ്ടില്ലേ, ഇവിടെ 3 ഓഫ് സോഡാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. ഈ 3 ഓഫ് സോഡിൽ നിന്നും നിങ്ങളൊന്ന് ഹീലായിട്ട് വരുന്നുണ്ട്. 3 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ ആഗമനമുണ്ട്. അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ആവശ്യമില്ലാത്ത തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരാതിരിക്കുന്നതാണ് നല്ലത്, ഉണ്ടാക്കി എടുക്കാതിരിക്കുക അതാണ് നല്ലത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഹൃദയം മുറിപ്പെട്ട അവസ്ഥയിൽ കഴിയേണ്ടതായിട്ട് വരും. മറ്റു ഫാമിലിയിലെ ആൾക്കാർ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അങ്ങനെ വരുമ്പോൾ തന്നെയും നിങ്ങളൊന്ന് ആലോചിക്കണം. 2 ഫാമിലി സന്തോഷകരമായി ജീവിക്കുകയാണെങ്കിൽ, മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനിടയിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇല്ല എങ്കിൽ സാരമില്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ലൈഫാണെങ്കിൽ കുഴപ്പമില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഫാമിലിയിൽ നിന്നാണ് നിങ്ങൾ കൂടിച്ചേരുന്നത്, അങ്ങനെ ഒരു ബന്ധം നിങ്ങൾ തുടങ്ങുന്നത് എങ്കിൽ നിങ്ങൾക്കവിടെ വലിയ പ്രശ്നമില്ലാതെ വരും. അതല്ല, ഫാമിലി സഹിതം സന്തോഷമായിട്ട് കഴിയുന്ന കുടുംബത്തിൽ നിന്നുമാണെങ്കിൽ അത് നിങ്ങളുടെ കർമ്മകൂട്ടത്തേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ എപ്പോഴും. അവിടെയാണ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യമൊന്നും ചിലപ്പോൾ അനുഭവിച്ചൊന്നും വരില്ല. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ആ ഒരു ദുഃഖത്തിൽ നിന്ന് നിങ്ങൾക്ക് ഹീലാവണമെങ്കിൽ വളരെ സമയം പിടിക്കും. മനസ്സിലായില്ല? ആ ഒരു ജീവിതം തന്നെ നിങ്ങളെ അടിമപ്പണി ചെയ്യുന്നതിന് തുല്യമായിട്ട് വരും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ചിലർക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ മറ്റു ചില അസുഖങ്ങൾ ഉണ്ടാവാം. അത് നിമിത്തം വിഷമിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഹൃദയം മുറിപ്പെട്ട അവസ്ഥ ഉണ്ടാവാം. ഹൃദയത്തിൽ നിന്ന് എന്തുവായാലും ഹൃദയത്തിന് കുത്തേറ്റ അവസ്ഥയിൽ വിഷമിക്കുന്ന പല ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട്. ഇത് കുറെ കാലം കഴിയുമ്പോൾ എന്താണ്, നിങ്ങൾ ഇവിടെ നിന്ന് ഹീലായിട്ട് മുന്നോട്ട് വരുന്നു. അതാണ് നൈറ്റ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. ഈ നൈറ്റ് ഓഫ് സോഡ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ പിന്നീട് തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് 7 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ചോയ്സസ് ധാരാളമുണ്ട്, പക്ഷെ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കൺഫ്യൂസ്ഡ് ആണ് മൈൻഡ്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ. ഇവിടെ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരുന്നു നൈറ്റ് ഓഫ് സോഡിലേക്ക്. വളരെയധികം ശക്തി പ്രാപിച്ച് തീരുമാനമെടുക്കാൻ കഴിയുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 3 ഓഫ് സോഡില് എനർജിയിൽ നിന്നും നിങ്ങൾ ഒന്ന് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ വിചാരിച്ചാൽ മതി, എല്ലാം ഇവിടെ സോൾവ് ആയിട്ട് ലഭിക്കും. നിങ്ങൾക്കതിനെ എന്തിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ട്, കരുത്തുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രമിക്കണം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അത് തന്നെയാണ് ഇവിടെ 3 ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ട്. 3 ഓഫ് പെന്റക്കിളും ഇവിടെ ഇടയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നുണ്ട്. മറ്റുള്ളവർ കൂടെ ചേർന്ന് ഇടപെട്ട് അല്ലെങ്കിൽ ടീം വർക്ക് ചെയ്ത് മുന്നോട്ടൊരു ജോലിയിലേക്ക് പോകാം, അല്ലെങ്കിൽ മുന്നോട്ട് അങ്ങനെ ഒരു ബിസിനസ് കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെട്ടിരിക്കുന്നു, അതിനെപ്പറ്റി നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നു എന്നും വേണമെങ്കിൽ പറയാം. ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് വന്നിരിക്കുന്നു. നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത് തന്നെയാണ് നൈറ്റ് ഓഫ് സോഡും വന്നിരിക്കുന്നത്. ആക്ഷൻ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു പല കാര്യങ്ങൾക്കും. ഇവിടെ ചിലപ്പോൾ ചില ജോലി കാര്യങ്ങളിലാവാം, അല്ലെങ്കിൽ വിവാഹം സംബന്ധിച്ച കാര്യങ്ങളിലാവാം. ഇതുവരെ നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടില്ല. ഇവിടെയും ചിലപ്പോൾ ഈ വിധത്തിലുള്ള കാര്യങ്ങളിൽ ഫിസിക്കൽ അട്രാക്ഷൻ കണ്ട് ഒന്നു ചേർന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ അവിടെ ചില കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. നൈറ്റ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ ദൈവാനുഗ്രഹമുള്ള ആൾക്കാരുടെ എനർജിയാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇവിടെ ആവേശകരമാണ്. എനർജി എപ്പോഴും ഇവിടെ ആവേശകരമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. എനിക്കത് സാധിക്കണം എന്നുള്ള ചിന്തയിലാണ്. മനസ്സിലായില്ലേ? എനിക്കത് സാധിക്കണം, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് സാധിക്കണം. ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ ഇവിടെ സമയമില്ല. കാരണം എന്താണ്? ആവേശമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കണം, ആഗ്രഹിക്കുന്ന വ്യക്തിയെ കാണണം, ഇതൊക്കെയാണ് ഇവിടെ ചിന്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെയും കുറച്ചൊന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഹെർമിറ്റിന്റെ എനർജി. ഹെർമിറ്റ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തീർച്ചയായിട്ടും ഇവിടെ ഉൾവിളികളെ അനുസരിച്ച് മുന്നോട്ട് പോകണം. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിലുള്ള എനർജിയിൽ നിന്ന് 3 ഓഫ് സോഡിൽ നിന്ന് നൈറ്റ് ഓഫ് വാൻസ് അഥവാ നൈറ്റ് ഓഫ് സോഡ്സ് ഇത്തരത്തിലുള്ള എനർജിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്? സൈലന്റ് ട്രീറ്റ്മെന്റിലായി. സന്യാസ മൂഡിലേക്ക് വരാൻ തുടങ്ങുന്നു പലരും. സന്യാസ മൂഡിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു, മറ്റുള്ള ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എന്താണ്? ഇവിടെ
ദൈവാനുഗ്രഹം കൂടുതലായിട്ട് ലഭിക്കുന്നു എന്ന് തന്നെ പറയാം. സ്പിരിച്വലി കണക്ട് ആവാനുള്ള ഒരു ആഗ്രഹം, ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ട് ഇവിടെ അത്തരത്തിലുള്ള ഒരു കണക്ഷനിലൂടെ മുന്നോട്ട് പോകാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് എന്ന് തന്നെ കാണുന്നുണ്ട്. സ്വന്തം ഉള്ളിൽ നിന്ന് തന്നെ പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കാൻ തുടങ്ങും. കുറച്ചൊക്കെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക, പല വിധത്തിലുള്ള ചിന്തകളെ അകറ്റി നിർത്തുക. ചിന്തകളെ അകറ്റണം. എപ്പോഴും ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവിടെ കണ്ടില്ലേ നൈറ്റ് ഓഫ് സോഡ്സ്, അവിടെ നൈറ്റ് ഓഫ് വാൻസ്, ചിന്തകൾ ഒരുപാട് വരുന്നുണ്ട്. ഈ ചിന്തകളിൽ നിന്നും മനസ്സിനെ ഒന്ന് വിടുതൽ ചെയ്തുകൊണ്ട് ഒറ്റയ്ക്ക് ഒരിടത്ത് ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ എന്താണ്, ഉള്ളിൽ നിന്നും ചില കാര്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കാനുള്ള സാഹചര്യം വരുന്നുണ്ട്. അതുവഴി മുന്നോട്ട് പോകാൻ പറ്റും. അതുവഴി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ പ്രകാശം നിറഞ്ഞ ജീവിതത്തിലേക്ക് നീങ്ങാൻ കഴിയും. മനസ്സിലായില്ലേ? സണ്ണാണ് പിന്നീട് വന്നിരിക്കുന്നത്. ഒരുപാട് പ്രകാശം നിറഞ്ഞ ലൈഫ്. ഈ പ്രകാശം നിറഞ്ഞ ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ്, ജീവിതത്തിൽ ഇരുട്ട് മാറി നിങ്ങൾ പ്രകാശത്തിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ സൂര്യൻ ഉദിക്കാറായി എന്നാണ് പറയുന്നത്. ഒരുപാട് പേർക്ക് ദുഃഖങ്ങളിൽ നിന്ന്, ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരാനുള്ള സാഹചര്യം ഇവിടെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഹാപ്പിനെസ് അനുഭവിക്കാൻ, ഉടനടിയുള്ള വിജയങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ, വിക്ടറി ആൻഡ് സക്സസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് സത്യാവസ്ഥകൾ മനസ്സിലാക്കാനും ആത്മവിശ്വാസം വർദ്ധിക്കാനും തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്റ്റാറായി മാറാൻ കഴിയുന്ന. ഇവിടെ സ്റ്റാറിന് തൊട്ടടുത്ത് തന്നെയാണ് സൺ വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ സണ്ണിനോടൊപ്പം നിൽക്കുന്ന സ്റ്റാർ ആകും നിങ്ങൾ. ആ വെളിച്ചം കണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരിക എന്ന് പറയുന്നത് എന്താണ്, നിഷ്കളങ്കമായ സ്നേഹത്തോടുകൂടി മറ്റുള്ളവരോട് ഇടപെടാൻ സാധിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ കളങ്കമില്ലാത്ത രീതിയിൽ മറ്റുള്ളവരോട് സഹകരിക്കുക, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ പലരുടെയും വിവാഹം നടക്കുന്ന സാധ്യതയാണ് ഇവിടെ. പലരും ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുക, പലരും ആഗ്രഹിക്കുന്ന വീട് ലഭിക്കുക, ഇതൊക്കെ ഇവിടെ വാഹനം വാങ്ങിക്കുക, എല്ലാ വിധത്തിലുമുള്ള സക്സസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ജീവിതം തരുന്നത്. ഈ ഒരു സമൃദ്ധി നിറഞ്ഞ ലൈഫിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഹാപ്പിനെസ് അനുഭവിക്കാൻ സാധിക്കും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കുട്ടികളില്ലാതിരിക്കുന്നവർക്ക് കുട്ടികളുടെ ജനനം ഉണ്ടാകുന്നു. അല്ലാതെ കുട്ടികളെ കൊണ്ട് സന്തോഷകരമായ ഒരു ലൈഫ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഏതൊരു രീതിയിലും നിങ്ങളുടെ ജീവിതം പ്രകാശം നിറഞ്ഞതായിട്ട് മുന്നോട്ട് വരുന്നതായിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ എന്ന് തന്നെ ഇവിടെ പറയാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ്. ഒരുപാട് പേർക്ക് സക്സസ് വരുന്നുണ്ട്, ഒരുപാട് പേർ താരമാകാൻ തുടങ്ങുന്നു, ഒരുപാട് കാണാതിരുന്നവരെ കണ്ടുമുട്ടുന്ന എനർജി, കൂടിച്ചേരുന്ന എനർജി ഒത്തിരി ഉണ്ടല്ലോ. എന്ന് കാത്തു നിൽക്കുന്നവർ വന്നു ചേരുന്നു, അല്ലെങ്കിൽ എന്തിനു വേണ്ടി കാത്തു നിൽക്കുന്നു അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഇവിടെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ട്. നിങ്ങൾക്കാരോ അപകടകരമായ കാര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ ആരുടെയും എനർജി വരുന്നുണ്ട് നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ മെസ്സേജുകൾ നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടോ, നിങ്ങളുടെ ആരുടെയെങ്കിലും കാളിന് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ, അവരുടെ വിളി നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അവരുടെ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. എപ്പോഴും നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ എനർജി പാസ് ചെയ്യുന്നതായിട്ടും ഇവിടെ പറയാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.